ജനപ്രതിനിധിയെ തടഞ്ഞുവെക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ കയ്യേറ്റം ചെയ്തെങ്കിൽ തെറ്റാണ്. ഒരു ജനകീയ പ്രശ്നത്തിന്റെ പേരിൽ ഒരു ജനപ്രതിനിധിയെ തടഞ്ഞുവെക്കുന്നത് നിയമപരമായി ശരിയല്ലെങ്കിലും തെറ്റില്ലെന്നാണ് 140 ന്യൂസ് പൊളിറ്റിക്സിന്റെ അഭിപ്രായം. ഏത് പാർട്ടിയിലെ ജനപ്രതിനിധിയാണെങ്കിലും ഈ ജനപ്രതിനിധിയും അദ്ദേഹം ഉൾപ്പെടുന്ന പാർട്ടിക്കാരും ഒരേ ജനകീയ പ്രശ്നങ്ങളുടെ പേരിൽ എത്രയോ ജീവനക്കാരെ തടഞ്ഞുവെക്കാറുണ്ട്. പക്ഷേ തടഞ്ഞുവെച്ച ശേഷം കയ്യേറ്റം ചെയ്തെങ്കിൽ അത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. കൂത്തുപറമ്പ് MLA KP മോഹനെയാണ് ഇന്നലെ നാട്ടുകാർ കയ്യേറ്റം ചെയ്തതായി ആരോപണം ഉയരുന്നത്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ പാനൂർ നഗരസഭയിലെ 28-ാം വാർഡായ കരിയാട് പുതുശ്ശേരി പള്ളിയിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു KP മോഹൻ MLA. ഈ സമയം നാട്ടുകാർ MLA തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തെന്നാണ് പറയുന്നത്. ഈ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. മാലിന്യ പ്രശ്നത്തെ ചൊല്ലിയുള്ള പ്രതിഷേധത്തിനിടെയാണ് കൂത്തുപറമ്പ് MLA നാട്ടുകാർ കയ്യേറ്റം ചെയ്തത്. അതും സ്വന്തം പ്രവർത്തന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച അംഗനവാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ. ഡയാലിസിസ് സെന്ററിലെ മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുക്കുന്നു എന്ന പ്രശ്നമുന്നയിച്ചുകൊണ്ട് അവിടെ മാസങ്ങളായി നാട്ടുകാർ പ്രതിഷേധത്തിലായിരുന്നു. പ്രശ്നം നാട്ടുകാർ പലതവണ അറിയിച്ചിട്ടും പ്രതിഷേധത്തെ വേണ്ടവിധം MLA പരിഗണിച്ചില്ല എന്നതാണ് കയ്യേറ്റത്തിലേക്ക് നയിച്ചത്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഇതിനെതിരെ CPM കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നിട്ടുണ്ട്. മോഹനൻ MLA തടഞ്ഞതും കയ്യേറ്റം ചെയ്തതും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CPM കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി. പൊതുപരിപാടിക്കെത്തിയ ജനപ്രതിനിധിയെ തടയുന്നത് ജനാധിപത്യ വിരുദ്ധവും ജനാധിപത്യത്തിന് നേരെയുള്ള കയ്യേറ്റവുമാണെന്ന് CPM പറഞ്ഞു. ഇത്തരം ചെയ്തികൾക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നു വരണമെന്നും CPM കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. തണൽ അഭയ ഡയാലിസിസ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നം ഹൈക്കോടതിയുടെയും പാനൂർ നഗരസഭയുടെയും പരിഗണനയിലുള്ള വിഷയമാണ്. അതിൽ MLAക്ക് നേരിട്ട് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് പെട്ടെന്നുള്ള പ്രകോപനമുണ്ടായത്. തടഞ്ഞു വെക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ കയ്യേറ്റം കൈവിട്ട കളിയാണെന്നേ പറയാനുള്ളൂ.